ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാട്ടിലെത്തിയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ലിജോ ചേട്ടാ, നമ്മൾ എവിടേക്കാണ് പോണത്? നമ്മൾ ആദ്യം പോണത് മൂന്നാർ ഇരവികുളം, കൊളുക്കുമല. പാവം, റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പം മനസ്സിലായില്ല നമ്മൾ എവിടേക്കാണ് പോകണമെന്ന്. നാട്ടിലെത്തിയിട്ട് എവിടെയും പോയില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ, നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ടിട്ടാ. ഹസ്ബൻഡിന് തീരെ വയ്യായിരുന്നു, വയറിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തോ ഒരു ഫുഡ് കഴിച്ചു, അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആൾ പിന്നെ റെസ്റ്റ് എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഞാനും ലിജോ ചേട്ടനും ഫ്രണ്ടിലിരുന്നു. നല്ല സംസാരമായിരുന്നു. ഞാൻ നോൺ സ്റ്റോപ്പാണ്, അതുപോലെ ലിജോ ചേട്ടനും നോൺ സ്റ്റോപ്പാണ്. അപ്പം പിന്നെ രണ്ടുപേരും കൂടിയാൽ പിന്നെ ഉള്ള അവസ്ഥ നമുക്കൊന്ന് ആലോചിക്കാമല്ലോ. അങ്ങനെ അവിടെ എത്തണ വരെ ഫുൾ എന്താ പറയുക, ചളിയായിരുന്നു അവിടെ. ചേട്ടാ സുഖല്ലേ? കല്യാണം അവിടെ വരെയൊക്കെ എവിടെ എത്തി? ഇപ്പൊ നമ്മള് അടിമാലി എത്താറായി. ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണ്? 30-35. ചേട്ടൻ പറഞ്ഞ ഞാൻ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പറയും. അത്ര ലിജോ ചേട്ടൻ മാസത്തില് 3 തവണ മൂന്നാർക്ക് വരാറുണ്ട് അല്ലേ? കുറവാണ്. കൊല്ലത്തിലാ? അങ്ങനെ നമ്മൾ ചളിയൊക്കെ അടിച്ച് അവിടെ എത്താറായപ്പോഴുണ്ടല്ലോ നല്ല എന്താ പറയുക, കോടൽ മഞ്ഞൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങിയതാണ്. പക്ഷെ നമ്മുടെ കാറിലുണ്ടല്ലോ നല്ല ചെളിയായിരുന്നേ. അയ്യോ, അവിടെ ഇറങ്ങാൻ പറ്റില്ല, എൻ്റെ ജീൻസ് ചെളിയായി. ഇതങ്ങട് കണ്ടപ്പോഴുണ്ടല്ലോ എൻ്റെ ചങ്ക് തകർന്നു പോയി ഗൈസ്. കാരണം എനിക്ക് എന്നെ അപേക്ഷിച്ച് എനിക്ക് എന്ത് പോയാലും കുഴപ്പമില്ല, പക്ഷെ ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ആളാണ്. ഒരു കരൊക്കെ വന്നാൽ അത് ചിലർ പ്രാന്താന്നൊക്കെ പറയാം, എനിക്ക് അങ്ങനത്തെ ഒരു പ്രാന്തുണ്ട്. ചില കറകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എനിക്കതുപോലെ നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. ഞാൻ എന്ത് പോയാലും ക്ഷമിക്കും. ഡ്രസ്സുമ്മ അഴുക്കായതോടെ എൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നെ ഞാൻ വെള്ളം തപ്പി നടക്കുവാണ്, ഒരു കുതിരനെ പോലെ. മറ്റേ എന്താ പറയുക, വെള്ളം കിട്ടിയാൽ അവിടെ നിൽക്കും, അതുപോലെ അവസ്ഥയിലായി ഞാൻ. എന്നിട്ട് പോണ സമയത്ത് പല സ്ഥലത്തും കയറി, അവിടെ ഒന്നും വെള്ളം ഉണ്ടായില്ല. പിന്നെ ഒരു അരുവി കണ്ടു. ഞാനും ലിജോ ചേട്ടനും ആ അരുവിയുടെ അവിടെ പോയിട്ട് ഒരു കല്ലെടുത്ത് അങ്ങോട്ട് ഉരക്കൽ തുടങ്ങി. ജീൻസുമേലുള്ള ആ അഴുക്ക് ഫുള്ളും ഞാൻ അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ കാറി കയറിയത്. അതെനിക്കൊരു വാശിയായിരുന്നു. വാശി എന്നല്ല, നമ്മൾ വൃത്തികേടായിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, പ്രയാസമായ കാര്യമാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. രാവിലെ 8 മണി മുതൽ 4 മണി വരെ എന്തോ ആണ് അവിടുത്തെ ടൈം. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് ഉണ്ട്, അതിൽ നമുക്ക് മുകളിലേക്ക് പോവാം. അവിടെ ടോപ്പിലെത്തുമ്പോൾ വരയാടുകളൊക്കെ കാണാം, അതിന് വേണ്ടി നമുക്ക് പോണത്. പിന്നെ നീലക്കുറിഞ്ഞിയുടെ ഒക്കെ ടൈമിൽ നീലക്കുറിഞ്ഞൊക്കെ പൂക്കും. നമ്മൾ വന്ന ഉടനെ തന്നെ ഇവിടെ വരയാടുകളൊന്നും കണ്ടില്ല. പിന്നെ കുറച്ച് നേരം നിന്നപ്പോൾ അങ്ങനെ 1-2 വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ക്ലൈമറ്റും അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നടന്നു. ഒരു 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാം ഈ ഒരു ഏരിയ കണ്ട് വരാൻ പറ്റും. അതിനുള്ളതുള്ളൂ ഇവിടെ. പിന്നെ നല്ല രസമാണ്. ക്ലൈമറ്റും കണ്ടോ, നല്ലൊരു ഭയങ്കര ചൂടുമല്ല ഭയങ്കര തണുപ്പുമല്ല, അങ്ങനെ ഒരു ക്ലൈമറ്റായിരുന്നു.
കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല തിരക്കൊക്കെ കൂടാൻ തുടങ്ങി കേട്ടോ. പിന്നെ ബസ്സുകളൊക്കെ കുറേ ഉണ്ട്, മുകളിലേക്ക് ഇങ്ങനെ ഓരോരോ ബസ്സുകളായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് സീറ്റിലിരുന്നാൽ നല്ല വ്യൂ ആണ്. ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങോട്ട് നേരെ വരുന്ന വഴിക്ക് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാൻ നോക്കി, പക്ഷേ എനിക്ക് സീറ്റ് കിട്ടിയില്ല. വേറെ ഏതോ ചെക്കൻ കയറിയിരുന്നു. ഇനി പോകുമ്പോൾ ഞാൻ തല്ലു പിടിച്ച് എന്താ പറയുക ഫ്രണ്ട് സീറ്റിൽ കിട്ടുമെന്ന് നോക്കണം, എന്നിട്ട് വേണം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ. അങ്ങനെ ബസ്സിനുള്ളൊരു ക്യൂ ആണ് ഈ കാണുന്നത്. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ഈശ്വര ആരും ഫ്രണ്ടിലിരിക്കല്ലേ. അങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി ഗൈസ്. ആരും അവിടെ കയറിയിരുന്നില്ല, അത് എനിക്ക് വേണ്ടി മാറ്റി വെച്ച പോലെ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം കയറിയിരുന്നു. ഞാൻ ആ അപ്പൂപ്പനെയും എന്താ പറയുക അപ്പൂപ്പനടക്കം വീഡിയോ എടുത്തു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഫ്രണ്ട് സീറ്റ് ഇരിക്കുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ ഒരേ വളവുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും കേട്ടോ. കാരണം നമ്മളിപ്പോൾ വീഴും എന്നുള്ളൊരു ഇതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഫ്രണ്ട് സീറ്റിലും കൂടി ഇരിക്കുമ്പോൾ ഭയങ്കര പേടിക്കും. കണ്ടോ, ഇതൊക്കെ അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാരാണ് കേട്ടോ. നല്ല ക്യൂ ആയിരുന്നു അപ്പോഴേക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നല്ല വിശപ്പായി, ഒരു ഉച്ചനേരമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ വൈകിയെന്നൊക്കെ നല്ല വീഡിയോ വന്നു. നേരെ നമ്മൾ ഹോട്ടലിൽ പോയി അവിടെ ചോറ് കഴിച്ചു, ഞാൻ ബിരിയാണി കഴിച്ചു. പിന്നെ നമ്മൾ നേരിട്ട് പോയത് റൂമിലേക്കാണ് കേട്ടോ. നമ്മൾക്ക് റൂമിലേക്ക് പോണ ടൈമായിരുന്നു, 2 മണി എന്തോ ആയിരുന്നു ടൈം. അപ്പം നമ്മൾ റൂം തപ്പി നടക്കുമായിരുന്നു. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ കുളുക്കുമലയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ റൂമിലെത്തി. എന്തായാലും റൂമിലൊക്കെ എത്തുമ്പോൾ ഒരു സമയം പിടിക്കും. അങ്ങനെ സംസാരിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. ഇത് മറ്റേ ടെൻറ്റ് സ്റ്റേ എന്നൊക്കെ പറയില്ലേ, അങ്ങനൊരു സംഭവമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിൽക്കണത്. സംഭവം കുഴപ്പമുണ്ടായിരുന്നില്ല. 2 പേർക്ക് കിടക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സെൻറ്ററിൽ ഒരു ചെറിയൊരു പോർഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ അടിയിൽ തന്നെ ഫുഡ്, പിന്നെ കുറേ പേർക്ക് പ്രൈസ് കുറവിൽ സാധാരണ ടെൻറ്റില്ലേ അതൊക്കെ കിട്ടും. അങ്ങനെ കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമ്മൾ നിന്ന് ആ സ്ഥലത്തിൻ്റെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നടന്നു പോകാനുള്ളൂ. അവിടെ ഒരു മല പോലൊരു സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് കാണാൻ പോയായിരുന്നു. പിന്നെ നല്ല മഴയും എന്താ പറയുക തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈം കൊണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഈ പറയുന്ന പോലെ കുറേ റീലൊക്കെ എടുത്ത് നടന്നു. പിന്നെ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ചൂട് എത്രയും സഹിക്കാൻ പറ്റും, പക്ഷേ എന്താ പറയുക തണുപ്പൊട്ടും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂമിലേക്കാണ് കേട്ടോ. തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകണ്ടേ. അവിടെ എത്തുമ്പോഴേക്കും ഒരു 7 മണിയൊക്കെ ആയിരുന്നു. അവിടെ ഫുൾ അപ്പോൾ ലൈറ്റ് കൊണ്ട് മൂടിയൊക്കെ ആയിരുന്നു. രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണാനായിട്ട്. പിന്നെ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. എപ്പോഴും ഈ റൂം തന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മളൊരു വെറൈറ്റിക്കായിട്ട് എന്താ പറയുക ഇവിടെ വന്നത്. പിന്നെ കിടന്നുറങ്ങി നമ്മൾ പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിയായപ്പോൾ കൊളുക്കുമലയിലേക്ക് വന്നു. അവിടേക്ക് വരാനാണല്ലോ നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ എന്താ പറയുക സൺറൈസ് കാണാൻ വന്നതാണ്. പക്ഷേ സൺറൈസ് ഉണ്ടായിരുന്നില്ല, ഒരു കുന്തം ഉണ്ടായിരുന്നില്ല. സൂര്യൻ എന്തോ ഉദിക്കാൻ അത്ര മടിയായിരുന്നു എന്നുകൊണ്ട്. സത്യം പറഞ്ഞാൽ രാവിലെ 3 മണി മുതൽ 4 മണി 5 മണി 6 മണി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 6 മണിയല്ല 7 മണി വരെ എന്തോ വെയിറ്റ് ചെയ്തു. അത്ര നേരം നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് കാല് കഴിച്ച് നിന്നിട്ടും സൂര്യൻ വന്നില്ല. ആ ഒരു വിഷമത്തോടെ ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോയിട്ടോ. അങ്ങനെ കൊളുക്കുമല വന്നിട്ട് സൺറൈസ് കാണാണ്ട് തിരിച്ചു പോകണ ഒരു അവസ്ഥ. എൻ്റെ ഈശ്വര, എനിക്ക് മാത്രമല്ല മിക്കവർക്കും ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇത് പൊട്ട പാറ കല്ലിൻ്റെ മുകളിൽ കൂടെയാണ് ഈ ജീപ്പ് പോണത്. നമ്മളിങ്ങനെ കുലുങ്ങി എന്താണ് ഒരവസ്ഥയാവും. അവിടെ എത്തുമ്പോഴേക്കും നാട്ടുമൊക്കെ ഒരു അവസ്ഥയിലാണ് കേട്ടോ നമ്മുടെ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഡ്രൈവറൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇതിൽ കൂടെയൊക്കെ ഈ ജീപ്പ് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടി തന്നെ ആവേ. പിന്നെ നല്ലൊരു വ്യൂ ആണ് മുകളിൽ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് നോക്കാനായിട്ട്. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രസമാണ്. പിന്നെ നമ്മൾ നമ്മുടെ റൂമിലെത്തി. നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് പോകണ്ടേ. അപ്പോൾ നമ്മൾ വേഗം പിന്നെ അതായിരുന്നു പരിപാടി കേട്ടോ. നമ്മൾ മോർണിംഗ് പോയപ്പോൾ കുളിച്ചിട്ടൊന്നും ആയിരുന്നില്ല, വെളുപ്പിനിട്ട് പോയത്. വന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് റെഡിയായി നമ്മൾ പോവേണേ. നമ്മൾ റൂമിൽ നിന്ന് എല്ലാം എടുത്ത് ഇറങ്ങി കേട്ടോ.
നമ്മൾ നിന്ന റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ട് സ്ലിപ്പ് ലൈൻ ഇല്ലേ, ആ സംഭവമുണ്ട്. അപ്പം ഞാൻ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല എന്ന്, പിന്നെ അതും ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോണത്. ഹൈറ്റ് എനിക്ക് അത്ര പേടിയില്ല, വെള്ളം ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ സ്ലിപ്പ് ലൈനിൽ പോവാം എന്ന് വിചാരിച്ചു. അത്ര പേടിയില്ല എന്നാണ് പറഞ്ഞത്, പേടി ഒട്ടും ഇല്ല എന്നല്ല പറഞ്ഞത്. പിന്നെ അത് കണ്ടപ്പോൾ ഭയങ്കര ഹൈറ്റും തോന്നിയില്ല, ഭയങ്കര ഹൈറ്റ് ഇല്ല കേട്ടോ, ഇത്തിരി ഹൈറ്റ് കുറവാണ്, എന്നാലും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ വിചാരിച്ചു രണ്ടും കുപ്പിച്ച് ഇതേ ഞങ്ങൾ സ്ലിപ്പ് ലൈനിൽ കയറി. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വെയിറ്റ് നല്ല കുറവാണ്, എനിക്ക് 42 കിലോ എന്തോ ഉള്ളൂ. 40 വിട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ 42 കിലോ ആയി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, കാരണം എന്താ പറയുക, കാറ്റൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ കിടന്ന് ആടുമായിരുന്നു. വെയിറ്റ് കുറവായതിൻ്റെ പ്രശ്നമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരിട്ട് പോണത് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ, കാരണം ജാനിക്കുട്ടീനെ തനിച്ചാക്കിയിട്ടാണ് വന്നേക്കുന്നത്, നമ്മുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അധികം നിന്ന് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് റീൽസൊക്കെ ഞാൻ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു ട്രിപ്പ്. എൻ്റെ വീഡിയോസൊക്കെ കാണാം. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.